നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6, 2025 ബുധൻ. ഇന്ന് RBI മോണിറ്ററി പോളിസി വന്നെങ്കിൽ കൂടിയിട്ടും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം ഒക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ചെറിയ ഒരു ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായതെങ്കിലും മാർക്കറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ ഡേ ഹൈ ടച്ച് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി. അതിനുശേഷം ഗ്രാജുവലി മാർക്കറ്റ് ഫോളോ ആയി അവിടെ നിന്നും കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ഇന്ന് ഭൂരിഭാഗം സമയത്തും ദൃശ്യമായിരുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 75 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. തത്സമയം സെൻസെക്സിന് 166 പോയിന്റുകൾ നഷ്ടമായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 50 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. തത്സമയം ഫിൻ നിഫ്റ്റി ഇന്ന് 2 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് NSEയില് 697 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. തത്സമയം 1988 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. വിപ്രോ, സൺഫാർമ, ജിയോ ഫൈനാൻഷ്യൽ, ഇൻഡുസിൻ ബാങ്ക്, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം കൈവരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തത്സമയം ഏഷ്യൻ പെയിന്റ്സ്, HDFC ലൈഫ്, ട്രെൻഡ്, അദാനി പോർട്സ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ PSU ബാങ്ക് സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടേഴ്സിലും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. PSU ബാങ്കിന് 0.6% നേട്ടം കൈവരിക്കാൻ സാധിച്ചപ്പോൾ IT, മീഡിയ, റിയാലിറ്റി, ഫാർമ, FMCG തുടങ്ങിയ സെക്ടറുകളിൽ 1% മുതൽ 2% നഷ്ടം ദൃശ്യമായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് ആയിരുന്നു ദൃശ്യമായത്. തൽഫലമായി ഇന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നഷ്ടം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. 2 ട്രേഡിംഗ് സെക്ഷനു ശേഷം ഇന്ന് ഇന്ത്യ വിക്സിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. 2% ഉയർച്ചയോടുകൂടി 11.96 എന്ന നിലയിലാണ് ഇന്ത്യൻ വിക്സ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ നിഫ്റ്റിയുടെ ഫോളോയോടുകൂടി നിഫ്റ്റിയില് ജൂൺ മാസത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നതായിട്ടും അനുഭവപ്പെട്ടു. മാത്രമല്ല നിഫ്റ്റി ഇന്ന് പരമാവധി അതിന്റെ 100-day EMA ലെവൽ, അതായത് 24,600 എന്ന ലെവലിൽ നിലനിൽക്കുവാൻ പരമാവധി ശ്രമിച്ചെങ്കിൽ കൂടിയിട്ടും അവസാനം ആ ലെവലൊക്കെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് പോയി 24,600 എന്ന ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി നിഫ്റ്റി അതിന്റെ ഷോർട്ട്, മിഡ് ഡേയും അതുകൂടാതെ 100-day EMAയുടെ താഴെയായിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 7 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 87.73 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്നത്തെ മോണിറ്ററി പോളിസിയിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും തത്സമയം ഇന്ത്യൻ കറൻസിയിൽ പ്രഷർ അനുഭവപ്പെടുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് വന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 5.5% എന്ന നിലയിൽ അൺചേഞ്ച്ഡ് ആയിട്ട് നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാനോ നഷ്ടത്തിൽ നിന്ന് കരകയറുവാനോ സാധിക്കുകയുണ്ടായില്ല. US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഭീകര നികുതി ഭീഷണികളെ തുടർന്ന് ഇന്ന് ഫാർമ സ്റ്റോക്സിലും വലിയ ഇടിവ് ദൃശ്യമായി. അതുപോലെ തന്നെ ഇന്ന് സെബിയുടെ ചെയർമാന്റെ ഭാഗത്ത് നിന്നും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ഏറെ ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയൊക്കെ വീക്ക്ലി എക്സ്പയറി സെബി എടുത്തു മാറ്റുന്നു എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ടായിരുന്നു. ഇന്ന് സെബി ചെയർമാന്റെ ഭാഗത്ത് നിന്നും ക്ലാരിഫിക്കേഷൻ നൽകിക്കൊണ്ട് പറയുകയുണ്ടായി, ഈ റിപ്പോർട്ടുകളൊന്നും ശരിയല്ല, സെബിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നീക്കം നിലവിൽ ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതോട് കൂടിയിട്ട് ഇന്ന് BSE സ്റ്റോക്കിലും അതുകൂടാതെ മറ്റുള്ള ക്യാപിറ്റൽ സ്റ്റോക്കുകളും ഇന്ന് നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും തൽഫലമായി ദൃശ്യമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിലെ US ഡോ ജോൺസ് ഫ്യൂച്ചർ 142 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-ലേറെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു.
തത്സമയം ഗോൾഡിൽ നേരിയ ഇടിവും ദൃശ്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റിൽ 14% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2210 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. തത്സമയം റവന്യൂവിലും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 13,133 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. NSDL ഇന്ന് IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 10% പ്രീമിയത്തിന്റെ നേട്ടം കൈവരിക്കാനായി അവിടെ നിന്നും ഒരു 6% റാലി കൂടി ഇന്ന് സ്റ്റോക്കിൽ ദൃശ്യമായതോടുകൂടി 17% നേട്ടം IPO പ്രൈസിൽ നിന്നും സ്റ്റോക്കിന് നേടുവാനായി. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 18.61% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 566.92 കോടി രൂപയിൽ നിന്നും 672.41 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ പ്രോഫിറ്റിൽ 25% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 8,981 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഗോദ്രേജ് ആഗ്രോവേറ്റ് നെറ്റ് പ്രോഫിറ്റിൽ 19% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 161 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ഇന്ന് IPO NSE ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ലിസ്റ്റിംഗ് ഗെയിനും ഇന്നുണ്ടായ റാലിയുടെ ഫലമായിട്ട് 30% നേട്ടം ഇന്ന് സ്റ്റോക്കിന് കൈവരിക്കുവാനായി IPO പ്രൈസിൽ നിന്നും. ഇറ്റേണൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അറ്റ്ഫിൻ ബ്ലോക്ക് ഡീൽ വഴി കമ്പനിയിലുള്ള സ്റ്റേക്ക് മൊത്തത്തിൽ, അതായത് 5,367 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്ക് വിറ്റ് ഒഴിയുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.